ഹലോ ഗോയ്സ്, നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ബാംഗ്ലൂർ ഭയങ്കര മഴയാണ്. പക്ഷെ ഞങ്ങൾ മഴയ്ക്ക് വിട്ടുകൊടുത്തില്ല ഗൈസ്. അങ്ങനെ നമ്മൾ കോർമംഗളം വന്നിരിക്കുക ഗൈസ്. അതെ, നമ്മൾ മഴ കുറഞ്ഞപ്പോഴത്തേക്ക് ഓടി നമ്മൾ ഫുഡ് തിന്നണം. അങ്ങനെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ കോർബംഗ്ലയിലെത്തി. റംസാൻ്റെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഇങ്ങനെ സ്പൈസസ് ഒക്കെ ചേർത്തിട്ട് അവരിങ്ങനെ വെച്ചേക്കും. നമ്മൾ പറയുന്ന അനുസരിച്ചിട്ട് അവർ എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് തരും കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ആദ്യം പ്രോൺസ് ആണ് ട്രൈ ചെയ്തത്. പ്രോൺസും ഗ്രീൻ ചട്നിയും നല്ലതായിരുന്നു. പിന്നെ വേറൊരു കാര്യം, മറ്റേ ഫഹദ് ഫാസിലിൻ്റെ സിനിമയെ പോലെ അത്രയും വൃത്തിയുള്ള ആരും അങ്ങോട്ട് ചെല്ലണ്ട. അത്ര വൃത്തി അവിടെ ഇല്ല, ഇച്ചിരി വൃത്തിക്കുറവുണ്ട് അവിടെ. പിന്നെ ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ കഴിച്ചു പോവും, എല്ലാം ട്രൈ ചെയ്യണമെന്ന് തോന്നും. പിന്നെ വേറൊരു കാര്യം, ഇത് മസ്റ്റ് ട്രൈ ആണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ കഴിച്ചാൽ നമ്മളല്ലാതാവും. അതെ, ബ്യൂട്ടിഫുൾ ഡിസേർട്ട് ഫോർ ബ്യൂട്ടിഫുൾ കാപ്പിൾ. അതുപോലെ നമ്മൾ രണ്ടുപേരും സ്വീറ്റാണ്, അതുപോലെ തന്നെയാണ് അതും. നല്ല ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ വെളിയിലായത് കൊണ്ടാണ് ആ പ്ലേറ്റ് ഞാൻ നക്കി വെടിക്കാത്തത്, അല്ലെങ്കിൽ ഞാൻ നക്കി വെടിച്ചേനായിരുന്നു. എനിക്ക് അത്രയ്ക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്തത് പെറോട്ട, ചീസി ചിക്കൻ, പിന്നെ ക്രീം ചിക്കനാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ക്യാമലാന്ന് പറയുന്നു. ഞാൻ ആദ്യം കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ മട്ടൻ മേടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഇടിയപ്പമൊക്കെ മേടിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത്, ഞാൻ പറഞ്ഞില്ലേ വൃത്തിക്കുറവുള്ളത് കൊണ്ട് തന്നെ അവിടെ ഇരുന്നൊന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ വെളിയിൽ പോയിട്ട് ഇങ്ങനെ നിന്ന് ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്ത് പോവും. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് വൃത്തിയില്ലാന്ന്. അങ്ങനെയല്ല, ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് പോവും. ഇവിടുന്ന് അതുവരെ പോയിട്ട് ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാതെ പോയിട്ട് എന്താ കാര്യം. പിന്നെ അടുത്ത് ടീ കുടിക്കാൻ പോയി. അതെനിക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞതെന്ന്. പക്ഷെ നമ്മൾ ആസാം ടീ ആണ് കുടിച്ചത്. അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ ഇതെല്ലാം കുത്തി കയറ്റിയതിന് ശേഷം അവിടെ നിന്ന് മാംഗോ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയി. അത് ഇച്ചുവിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. മോൻ കണ്ടപ്പോൾ പോയി നിൽക്കുന്നത്. എന്തോ ഒരു കാര്യത്തിന് പിണങ്ങിയായിരുന്നു, എനിക്കിപ്പോൾ ഓർമ്മയില്ല. പിന്നെ അത് കഴിഞ്ഞ് 1 മിനിറ്റത്തേക്കേ ഉള്ളൂ ഇതൊക്കെ. പിന്നെ കോംപ്രമൈസ് ആയി.